10ാം തല പ്രാഥമിക പരീക്ഷയ്ക്കായിട്ട് തൊഴിൽ വാർത്താ ഹരിശ്രീയിൽ നൽകിയ ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, ഭൂപ്രകൃതി, ചരിത്രം, വനം എന്നീ മേഖലകളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരള സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതി എത്ര? കേരള സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ാമതാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ വിസ്തൃതി എത്ര ശതമാനം? ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ വിസ്തൃതി 1.18%. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര? കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. ഒന്നുകൂടി, കേരള സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ാമതാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 1.18%. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ അക്ഷാംശീയ സ്ഥാനം ഏത്? വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യേ. കേരളത്തിൻ്റെ അക്ഷാംശീയ സ്ഥാനം ഏത്? വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യേ. കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം ഏത്? കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യേ. കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യേ. കേരളത്തിൻ്റെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തികൾ എത്ര? കേരളത്തിൻ്റെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തികൾ യഥാക്രമം 4 ഡിഗ്രിയും 3 ഡിഗ്രിയുമാണ്. കേരളത്തിൻ്റെ അയൽസംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിൻ്റെ അയൽസംസ്ഥാനങ്ങളുടെ എണ്ണം 2 എണ്ണമാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യ എത്ര? കേരളത്തിൻ്റെ ആകെ ജനസംഖ്യ 3,34,06,061. 2011 സെൻസസ് പ്രകാരമാണ് ഇത്. ഇന്ത്യൻ ജനസംഖ്യയിൽ കേരള ജനസംഖ്യയുടെ ശതമാനം എത്ര? ഇന്ത്യൻ ജനസംഖ്യയിൽ കേരള ജനസംഖ്യയുടെ ശതമാനം 2.76%. കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം എത്ര? കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം 52%. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്ര? കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.91%. കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം 1084/1000 ആണ്. കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം 1084/1000. കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 860. കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 860. കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 93.91%. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ഏത്? കണ്ണൂർ. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ഏത്? ഇടുക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല കണ്ണൂരും ഏറ്റവും കുറവ് സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ഇടുക്കിയുമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ഏത്? ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത്? ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. അപ്പം ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കുറഞ്ഞത് ഇടുക്കിയുമാണ്. സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ല കണ്ണൂർ. സ്ത്രീ പുരുഷാനുപാതം കുറവുള്ള ജില്ല ഇടുക്കി. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിൽ നിന്നുമുള്ള ആകെ പാർലമെന്റ് അംഗങ്ങൾ എത്ര? കേരളത്തിൽ നിന്നുമുള്ള ആകെ പാർലമെന്റ് അംഗങ്ങൾ 29. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര? കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 20. കേരളത്തിൽ നിന്നുമുള്ള രാജ്യസഭാംഗങ്ങൾ എത്ര പേർ? കേരളത്തിൽ നിന്നുമുള്ള രാജ്യസഭാംഗങ്ങൾ 9 പേർ. ലോക്സഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം. ലോക്സഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2 എണ്ണമാണ്. ലോക്സഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങൾ ഏതെല്ലാം? ലോക്സഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങൾ മാവേലിക്കരയും ആലത്തൂരുമാണ്. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട്.
ഏറ്റവും കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട്. നിയമസഭയിലെ ആകെ സംവരണ മണ്ഡലങ്ങൾ 16. നിയമസഭയിലെ ആകെ സംവരണ മണ്ഡലങ്ങൾ 16.